അടുക്കളയിൽ പ്രഷർ കുക്കറിൻ്റെ ആദ്യത്തെ വിസിൽ മുഴങ്ങുമ്പോൾ സമയം പുലർച്ചെ 6:30 കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ജനലിലൂടെ വന്ന നേരിയ തണുത്ത കാറ്റേറ്റ് ഡോക്ടർ കാർത്തിക് കിച്ചണിൽ തിരക്കിട്ട പണിയിലാണ്. കിച്ചുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഉരുളക്കിഴങ്ങ് കറിയും ചൂട് ചപ്പാത്തിയും ഉണ്ടാക്കുകയാണ് അവൻ. കഴിഞ്ഞ ദിവസത്തെ കടുത്ത ജോലിയുടെ ക്ഷീണം ആ മുഖത്തുണ്ടെങ്കിലും മകൻ്റെ കാര്യം ഓർക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിയും. പണി കഴിഞ്ഞ് അവൻ പതുക്കെ ബെഡ്റൂമിലേക്ക് നടന്നു. കമ്പിളിപ്പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന കിച്ചുവിനെ അവൻ നെറ്റിയിൽ തലോടി വിളിച്ചു. കിച്ചു, എഴുന്നേറ്റട മുത്തേ. കുളിപ്പിച്ച കുട്ടപ്പനാക്കി ഡൈനിങ് ടേബിളിൽ ഇരുത്തുമ്പോഴും കിച്ചു ഉറക്കച്ചടവോടെ ആ ചപ്പാത്തി കഷ്ണത്തിൽ വിരലുകൊണ്ട് തൊട്ടു കളിക്കുകയായിരുന്നു. വേഗം കഴിക്കട കിച്ചു, ദേ വാനിൻ്റെ ഹോൺ ഇപ്പോൾ കേൾക്കാം. ഇന്ന് സ്കൂളിൽ പോയിട്ട് വൈകിട്ട് വരുമ്പോൾ ആരാ നമ്മുടെ വീട്ടിലുണ്ടാവുക, ഓർമ്മയുണ്ടോ? കാർത്തിക് ചോദിച്ചു. അത് കേട്ടതും കിച്ചു പെട്ടെന്ന് കണ്ണുകൾ വിടർത്തി ആവേശത്തോടെ തുള്ളിച്ചാടി. ആതിര ചേച്ചി, ചേച്ചി എനിക്ക് വലിയ ആനക്കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പപ്പ. അവൻ്റെ മുഖത്തെ ആ സന്തോഷം കണ്ട് കാർത്തി ചിരിച്ചുകൊണ്ട് അവൻ്റെ കവിളിൽ പതുക്കെ നുള്ളി. ആഹാ, അപ്പം ചേച്ചി നല്ല ഓർമ്മയുണ്ടല്ലേ, എന്നാൽ വേഗം കഴിക്കേ. മുറ്റത്ത് ഡേ കെയറിൻ്റെ വാൻ വന്ന് ഹോൺ മുഴക്കിയപ്പോൾ കാർത്തിക് കിച്ചുവിൻ്റെ കുഞ്ഞു ബാഗും കൊടുത്ത് അവനെ വാനിലേക്ക് കയറ്റിവിട്ടു. വാൻ ഗേറ്റ് കടന്ന് ദൂരേക്ക് പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ കാർത്തിക്കിൻ്റെ മനസ്സിൽ അറിയാതെ ഒരു കുഞ്ഞു ആശങ്ക മിന്നി മറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരാളെ ഇങ്ങനെ വിശ്വസിച്ച് കിച്ചുവിനെ ഏൽപ്പിക്കുന്നത്. രാഹുൽ പറഞ്ഞ സ്ഥിതിക്ക് വിശ്വസിക്കാം, എങ്കിലും അവൾ കിച്ചുവിനെ നന്നായി നോക്കുമോ ആവോ? അവൻ സ്വയം പെറുപിറുത്തു. സമയം വൈകുന്നേരം 4:30. സ്കൂൾ വാൻ വന്നിറങ്ങിയ കിച്ചുവിന് ആതിര വളരെ സ്നേഹത്തോടെയാണ് വരവേറ്റത്. അവനെ കൈകാലുകൾ കഴുകിച്ച് വസ്ത്രമെല്ലാം മാറ്റി അവന് ഇഷ്ടമുള്ള പലഹാരവും നൽകി അവൾ ഹാളിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ഹാളിലെ പായയിലിരുന്ന് ആവേശത്തോടെ ലൂഡോ കളിക്കുകയാണ്. കിച്ചു തൻ്റെ കുഞ്ഞു കൈകളിൽ കട്ടയുമെടുത്ത് വായുവിലേക്ക് കുലുക്കി തറയിലിട്ടു. ദേ, എനിക്ക് 6 കിട്ടിയേ. എൻ്റെ പച്ച കുട്ടി ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. ചേച്ചിയുടെ ചുവപ്പ് കുട്ടിയെ ഞാൻ വെട്ടു നോക്കിക്കോ, അവൻ കൊഞ്ചലോടെ ആർത്തി വിളിച്ചു. ആതിര പെട്ടെന്ന് വ്യാജമായ പേടിയോടെ കവിളിൽ കൈവച്ചു. അയ്യോ, കിച്ചുക്കുട്ടൻ എൻ്റെ കുട്ടിയെ വെട്ടുമോ? പാവമല്ലേടാ ഞാൻ, എന്നെ വെട്ടല്ല മുത്തേ. കിച്ചു വല്ലാത്തൊരു ഗൗരവത്തിൽ തലയാട്ടി. ഇല്ല, ഞാൻ വെട്ടും, ഞാൻ ജയിക്കും, ചേച്ചി തോൽക്കും. അടുത്ത ഊഴത്തിൽ ആതിര മനഃപൂർവ്വം കട്ട പതുക്കെ ഉരുട്ടി കിച്ചുവിനെ ജയിക്കാൻ പാകത്തിന് അവൾ തൻ്റെ കരുക്കൾ ഓരോന്നായി നീക്കിവെച്ചു. ഒടുവിൽ കിച്ചുവിൻ്റെ കരുക്കൾ ഹോമിലെത്തുകയും അവൻ സോഫയിലേക്ക് ഓടിക്കയറി കൈകൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഞാൻ ജയിച്ചേ, ഞാൻ ജയിച്ചേ, ആതിര ചേച്ചി തോറ്റേ. ആതിര ചിരിച്ചുകൊണ്ട് ഓടിച്ചെന്ന് അവനെ വലിച്ച് നെഞ്ചോട് ചേർത്ത് കിളിപ്പെടുത്തി. ആഹാ, എൻ്റെ കിച്ചുകുട്ടൻ ഭയങ്കര പുലിയാണല്ലോ. ദാ, ജയിച്ച ആൾക്ക് ചേച്ചിയുടെ വക ഒരു കുഞ്ഞുമ്മ. ആതിര അവൻ്റെ കവളിൽ പെയ്യാൻ തുടങ്ങിയ സ്നേഹത്തോടെ ഉമ്മ വയ്ക്കുമ്പോൾ കിച്ചു കിലുകില ചിരിച്ച് അവളുടെ കഴുത്തിൽ കൈകൾ ചുറ്റിപ്പിടിച്ചു. അമ്മയില്ലാത്ത ആ വലിയ വീട്ടിൽ കിച്ചുവിൻ്റെ ആ പൊട്ടിച്ചിരി വല്ലാത്തൊരു ജീവനും വെളിച്ചവും നൽകുന്നുണ്ടായിരുന്നു. ഹാളിലെ കളിപ്പാട്ടങ്ങളെല്ലാം ആതിര കൃത്യമായി അടുക്കി വെച്ചു. അടുക്കളയിൽ ചെന്ന് കാർത്തിക്കിനും കിച്ചുവിനും രാത്രി കഴിക്കാനുള്ള ചപ്പാത്തിയും കറിയും ഉണ്ടാക്കി ഹോട്ട് ബോക്സിൽ അടച്ചു വെച്ചു. സമയം 9 മണി കഴിഞ്ഞിട്ടും കാർത്തിക് എത്തിയിട്ടില്ല. കിച്ചുവിന് പതുക്കെ ഉറക്കം വരാൻ തുടങ്ങി. അവൻ കണ്ണു തിരുമുന്നുണ്ടായിരുന്നു. കിച്ചു, നല്ല ഉറക്കം വരുന്നുണ്ടല്ലോ, വാ നമുക്ക് ബെഡിൽ പോയി കിടക്കാം. പപ്പ വരുമ്പോഴേക്കും കിച്ചുകുട്ടൻ ഉറങ്ങിക്കോ, ആതിര പതുക്കെ പറഞ്ഞു. പക്ഷേ കിച്ചു വാശി പിടിച്ചു. വേണ്ടായേ, എനിക്ക് പപ്പ വന്നിട്ട് പപ്പയുടെ കൂടെ കിടന്നാൽ മതി, എനിക്ക് ഉറക്കം വരുന്നില്ല. ആതിര അവനെ പതുക്കെ തൻ്റെ മടിയിലേക്ക് കിടത്തി. അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിഴകളിലൂടെ പതുക്കെ തലോടാൻ തുടങ്ങി. ആണോ, ഉറക്കം വരുന്നില്ലേ? എന്നാൽ ചേച്ചി ഇന്നലെ പറഞ്ഞ വലിയ തുമ്പിക്കൈയുള്ള ആനയുടെ കഥ പറയട്ടെ. ആതിര അവളുടെ ശാന്തമായ ശബ്ദത്തിൽ കഥ പറയാൻ തുടങ്ങി. പണ്ട് പണ്ട് ഒരു വലിയ കാട്ടിൽ ഒരു കുട്ടി ആന ഉണ്ടായിരുന്നു. അവന് കിച്ചുവിനെ പോലെ വലിയ തുമ്പിക്കൈയും കുഞ്ഞു ചെവികളും ഉണ്ടായിരുന്നു. അവൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളുടെയും കൂടെ ഓടിക്കളിക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ ആ കുട്ടി ആന അമ്മ ആനയുടെ അരികിൽ വന്ന് ഇങ്ങനെ മടിയിൽ തലചായ്ച്ച് കിടക്കും. അപ്പോൾ അമ്മ ആന അവനെ പതുക്കെ അങ്ങനെ തലോടി ഉറക്കും.
അവളുടെ വിരലുകളുടെ ആ മനോഹരമായ തലോടലിൽ കിച്ചുവിൻ്റെ വാശിയൊക്കെ എങ്ങോ പോയി മറഞ്ഞു. അവൻ പതുക്കെ കണ്ണുകൾ അടച്ചു. ആതിരയുടെ മടിയിൽ കിടന്ന് അവൻ വലിഞ്ഞു മുറുകിയ കൈകൾ പതുക്കെ അയച്ച് ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീണു. വീട്ടിലെ നിശബ്ദതയിൽ കിച്ചുവിൻ്റെ ഉറക്കം നോക്കിയിരുന്ന ആതിരയുടെ കണ്ണുകളും അറിയാതെ പതുക്കെ അടഞ്ഞു. സോഫയുടെ വശത്തേക്ക് തല ചായ്ച്ച് അവളും നേരിയൊരു മയക്കത്തിലേക്ക് വീണു. ആ കാഴ്ച കാണാൻ അത്രമേൽ മനോഹരമായിരുന്നു. രാത്രി 9:45. കാർത്തിക് കടുത്ത ക്ഷീണത്തോടെ വീട്ടുവാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. ഹാളിൽ ലൈറ്റുകൾ ഡിം ചെയ്തു വെച്ചിരിക്കുകയാണ്. അകത്തേക്ക് കയറിയ കാർത്തിക് കണ്ടത് സോഫയിൽ ആതിരയുടെ മടിയിൽ തല ചായ്ച്ച് യാതൊരു ഭയവും ഇല്ലാതെ ഉറങ്ങുന്ന കിച്ചുവിനെയാണ്. ആതിരയും ഉറക്കത്തിലാണ്. കാർത്തിക് അവിടെ തന്നെ നിന്നുപോയി. അവൻ്റെ ബാഗ് പതുക്കെ മേശപ്പുറത്ത് വെച്ചു. എന്നും രാത്രി വരുമ്പോൾ ഒറ്റയ്ക്ക് വിശന്ന് കരഞ്ഞുറങ്ങുന്ന മകനെ മാത്രം കണ്ടിട്ടുള്ള കാർത്തിക്കിൻ്റെ നെഞ്ച് ആ കാഴ്ച കണ്ട് നിറഞ്ഞുപോയി. അവൻ്റെ കണ്ണ് അറിയാതെ നനഞ്ഞു. ഒരമ്മയുടെ തണലിൽ കിടക്കുന്നത് പോലെയാണ് കിച്ചു കിടക്കുന്നത്. കാർത്തിക് പതുക്കെ അരികിലേക്ക് നടന്നു. വന്നപ്പോൾ ആതിര ഞെട്ടി എഴുന്നേറ്റു. അവൾ പെട്ടെന്ന് ഡ്രസ്സ് ഒതുക്കി പരിഭ്രമത്തോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അയ്യോ, സാറ് വന്നോ? ഞാൻ അറിയാതെ മയങ്ങിപ്പോയി. കിച്ചു ഉറങ്ങാൻ കൂട്ടാക്കിയില്ല. അതാ കഥ പറഞ്ഞു മടിയിൽ കിടത്തിയത്. ആതിര ശബ്ദം കുറച്ചു പറഞ്ഞു. കാർത്തിക് വളരെ ശാന്തമായി മുഖത്ത് ഒരു വലിയ പുഞ്ചിരിയോടെ അവളെ നോക്കി. സാരമില്ല ആതിര, നീ എഴുന്നേൽക്കണ്ട, അവൻ ഉണരും. കാർത്തിക് പതുക്കെ കുനിഞ്ഞ് കിച്ചുവിൻ്റെ ആതിരയുടെ മടിയിൽ നിന്നും കൈകളിലേക്ക് എടുത്തു. ആ സമയത്ത് കിച്ചു ഉറക്കത്തിൽ പതുക്കെ പെറുപെറുത്തു. ആതിര ചേച്ചി പോവല്ലേ. അത് കേട്ടപ്പോൾ കാർത്തിക്കും ആതിരയും പരസ്പരം നോക്കി. ആതിരയുടെ കണ്ണുകളിൽ ഒരു ആർദ്രതയുണ്ടായിരുന്നു. കാർത്തിക് കിച്ചുവിനെ ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തി തിരികെ ഹാളിലേക്ക് വന്നു. ആതിര അടുക്കളയിൽ ഞാൻ രാത്രിയിലേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഹോട്ട് ബോക്സിൽ വെച്ചിട്ടുണ്ട് സാർ. പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കാർത്തി ഒരു വലിയ നെടുവീർപ്പോടെ അവളെ നോക്കി. താങ്ക്സ് ആതിര, ശരിക്കും താങ്ക്സ്. ഞാൻ ഒരുപാട് ടെൻഷനടിയോടെയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ ഇരുന്നത്. പക്ഷേ കിച്ചു ഇത്രയും ഹാപ്പിയായി ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല. ലീലേച്ചിയൊക്കെ എത്രയെന്ന് കരുതിയാ നോക്കുക. അതിനെന്താ സാർ, കിച്ചു നല്ലൊരു കുട്ടിയല്ലേ. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി. ഞാൻ എന്നാൽ ഇറങ്ങട്ടെ, അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും, ആതിര പറഞ്ഞു. ആതിര നിൽക്കൂ, ഒരുപാട് വൈകി. പുറത്ത് നല്ല ഇരുട്ടാണ്. ഞാൻ കാറെടുക്കാം. കിച്ചുവിനെയും കൂട്ടി നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം, വാ. കാർത്തിക്കിൻ്റെ ആ വാക്കുകളിൽ ഒരച്ഛൻ്റെ കൃതജ്ഞത മുഴുവൻ ഉണ്ടായിരുന്നു. കാർ ആതിരയുടെ ചെറിയ ഓടിട്ട വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ സമയം 10 മണി കഴിഞ്ഞിരുന്നു. ഉമ്മറത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അച്ഛൻ വാസുവും അനിയത്തിമാരും ഉത്കണ്ഠയോടെ കാത്തു നിൽക്കുകയായിരുന്നു. കാർ കണ്ടതും അവർ മുറ്റത്തേക്ക് ഓടി വന്നു. അച്ഛാ, ഇത് ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ഡോക്ടർ സാറാണ്, കാർത്തിക് സാർ. വരാൻ ലേറ്റായപ്പോൾ സാർ എന്നെ കൊണ്ടുവിട്ടതാ, ആതിര കാറിൽ നിന്നിറങ്ങി പറഞ്ഞു. വാസു കൈ കൂപ്പിക്കൊണ്ട് അടുത്ത് വന്നു. സാറോ, ഒരുപാട് നന്ദിയുണ്ട് സാർ. മോള് വരാൻ വൈകിയപ്പോൾ ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നതല്ലേ, ഒന്നിറങ്ങി ചായ കുടിച്ചിട്ട് പോവാം. കാർത്തിക് അല്പം മടിച്ചു. സാരമില്ല, സമയം ഒരുപാട് വൈകി. കിച്ചുവും ഉറക്കത്തിലാണ്, ഞങ്ങൾ ഇറങ്ങാം. പക്ഷേ ആതിര വിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ സാർ? എൻ്റെ വീട് വരെ വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോകുന്നത് ശരിയല്ല. കിച്ചുകുട്ടിനെ ഇവിടെ ബെഡിൽ കിടത്താം, പ്ലീസ് സാർ, ഒരു 5 മിനിറ്റ്. അവരുടെ സ്നേഹത്തിന് മുൻപിൽ തോറ്റുപോയ കാർത്തിക് കിച്ചുവിനെയും എടുത്ത് അകത്തേക്ക് കയറി. ചെറിയൊരു വീടാണെങ്കിലും വളരെ വൃത്തിയോടെ സൂക്ഷിച്ചിരിക്കുന്നു. കാർത്തിക് കിച്ചുവിനെ അവിടുത്തെ ചെറിയ കട്ടിലിൽ പതുക്കെ കിടത്തി. അപ്പോഴേക്കും ആതിരയുടെ അനിയത്തിമാരായ മീനുവും മാളുവും അങ്ങോട്ട് വന്നിരുന്നു. സാർ, ഇതെൻ്റെ അനിയത്തിമാർ മീനു, മാളു, ആതിര പരിചയപ്പെടുത്തി. അവർ രണ്ടുപേരും കാർത്തിക്കിനെ നോക്കി വിനയത്തോടെ ചിരിച്ചു. പെട്ടെന്ന് ബെഡിൽ കിടന്ന കിച്ചു കണ്ണു തിരുമ്മി എഴുന്നേറ്റു. അപരിചിതമായ സ്ഥലം കണ്ടപ്പോൾ അവൻ ആദ്യം പേടിച്ച് കാർത്തിക്കിൻ്റെ പിന്നിൽ വന്ന് ഒളിച്ചു. ആതിര അവൻ്റെ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തിയിരുന്നു. എടാ കിച്ചു, പേടിക്കണ്ടടാ, ഇത് ചേച്ചിയുടെ വീടാണ്. ഇതേ നോക്കിക്കേ, ഇത് ചേച്ചിയുടെ അനിയത്തിമാരാ, മീനു ചേച്ചിയും മാളു ചേച്ചിയും. മീനു തൻ്റെ കയ്യിലിരുന്ന ഒരു കുഞ്ഞു പാവക്കുട്ടിയെ കിച്ചുവിന് നേരെ നീട്ടി. കിച്ചുകുട്ട, ദാ ഈ പാവക്കുട്ടിയെ കണ്ടോ? ഇതിനെ കിച്ചുവിനെ കൂട്ടുകാരനാക്കണമത്രേ. കൂടെ കളിക്കുമോ? ആദ്യമൊക്കെ മടി കാണിച്ച് കിച്ചു പതുക്കെ ആ പാവയിലേക്ക് നോക്കി. പിന്നെ ആതിരയുടെ മുഖത്തേക്ക് നോക്കി. ആതിര പുഞ്ചിരിയോടെ തലയാട്ടിയപ്പോൾ അവൻ പതുക്കെ പാവ വാങ്ങി അവരുമായി ചിരിച്ചു. മിനിറ്റുകൾക്കകം കിച്ചുവിൻ്റെ മടിയെല്ലാം മാറി.
മീനുവും മാളുവും കിച്ചുവിനെ തറയിലിരുത്തി അവരുടെ കുഞ്ഞു കളിപ്പാട്ടങ്ങൾ കാട്ടിക്കൊടുത്തു. കിച്ചു ഉറക്കമെല്ലാം മറന്ന് അവരോടൊപ്പം ഒച്ച വെച്ച് കളിക്കാൻ തുടങ്ങി. ആതിര കാർത്തിക്കിന് ചൂട് ചായയും ബിസ്ക്കറ്റും നൽകി. കാർത്തിക് ചായ കുടിച്ചുകൊണ്ട് വാസുവിനോട് സംസാരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഹാളിലിരുന്ന് അനിയത്തിമാരോടൊപ്പം പൊട്ടിച്ചിരിച്ചു കളിക്കുന്ന കിച്ചുവിൻ്റെ മേലായിരുന്നു. സ്വന്തം വീട്ടിൽ കളിപ്പാട്ടങ്ങളുടെ വലിയൊരു ശേഖരത്തിന് നടുവിൽ പോലും ഇത്രയും സന്തോഷത്തോടെ കിച്ചു കളിക്കുന്നത് അവൻ കണ്ടിട്ടില്ല. സ്നേഹിക്കാൻ ആളുണ്ടാകുമ്പോഴാണ് ഒരു കുട്ടിക്ക് സന്തോഷം കിട്ടുക എന്ന് കാർത്തിക് അവിടെ വെച്ച് തിരിച്ചറിയുകയായിരുന്നു. സമയം 10:30 കഴിഞ്ഞപ്പോൾ കാർത്തിക് എഴുന്നേറ്റു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, ഒരുപാട് വൈകി. കിച്ചു വാടാ, പപ്പയുടെ കൂടെ വീട്ടിൽ പോകാം, നേരം ഒരുപാട് ഇരട്ടി. പക്ഷേ കിച്ചു കളി നിർത്തി പിണക്കത്തോടെ പാവക്കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഞാൻ വരൂല, എനിക്കിവിടുത്തെ ചേച്ചിമാരുടെ കൂടെ കളിക്കണം, ഞാൻ ഇന്ന് ഈ വീട്ടിൽ ഉറങ്ങുക. അവൻ വാശി പിടിച്ചു. അയ്യോ അതെങ്ങനാടാ, നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ, വാ കിച്ചുകൂട്ടാ, കാർത്തിക് പറഞ്ഞു. കിച്ചു കരച്ചിലിൻ്റെ ഭാവത്തിൽ ആതിരയുടെ അനിയത്തിമാരെ കെട്ടിപ്പിടിച്ചു. പോ, ഞാൻ വരൂല എന്ന് പറഞ്ഞാൽ ഞാൻ വരൂല, എനിക്ക് ചേച്ചിമാരെ ഒത്തിരി ഇഷ്ടമായി. കിച്ചുവിൻ്റെ കുറുമ്പ് കണ്ട് എല്ലാവർക്കും ചിരി വന്നു. കാർത്തിക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ആതിര കിച്ചുവിൻ്റെ അരികിൽ വന്നിരുന്നു. കിച്ചുകുട്ട, പപ്പ പാവമല്ലേ, പപ്പ ഒറ്റയ്ക്കായി പോകില്ലേ വീട്ടിൽ? ഇപ്പോൾ കിച്ചു പപ്പയുടെ കൂടെ പോകൂ. നാളെ വൈകിട്ട് ചേച്ചി വീണ്ടും കിച്ചുവിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഈ പാവക്കുട്ടിയെയും മീനു ചേച്ചിയെയും മാളു ചേച്ചിയും കൂടെ കൂട്ടാം, പോരെ? കിച്ചു കണ്ണു തുടച്ച് അത്ഭുതത്തോടെ ചോദിച്ചു. ശരിക്കും ചേച്ചി അവരെയും കൂട്ടൂ? ആതിര തൻ്റെ കുഞ്ഞു വിരൽ കിച്ചുവിൻ്റെ വിരലിൽ കോർത്തു. ആതിര ചേച്ചി സത്യം, നാളെ എല്ലാവരും കൂടി വരാം. ഇപ്പോൾ പപ്പയോടൊപ്പം ഗുഡ് ബൈ ആയി പോകണം. കിച്ചു പതുക്കെ സമ്മതിച്ച് കാർത്തിക്കിൻ്റെ കൈയും പിടിച്ച്, എന്നാ ശരി ചേച്ചിമാരെ, ടാറ്റ, നാളെ വരണേ. കാർത്തിക് വാസുവിനോടും അനിയത്തിമാരോടും യാത്ര പറഞ്ഞിറങ്ങി. കാറിലേക്ക് നടക്കുമ്പോൾ കിച്ചു ആതിരയുടെ കൈകളിൽ തൂങ്ങിയാണ് നടന്നത്. കാർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കി കൈവീശുന്ന ആതിരയെയും കുടുംബത്തെയും കാർത്തിക് കണ്ണാടിയിലൂടെ നോക്കി. ഒരുപാട് നാളുകൾക്ക് ശേഷം തൻ്റെ മകൻ ഇത്രയും സന്തോഷിച്ചതിൻ്റെ പിന്നിൽ ആതിര എന്ന പെൺകുട്ടിയാണെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. കാറിൻ്റെ പിൻസീറ്റിൽ ആ പാവക്കുട്ടിയും കെട്ടിപ്പിടിച്ച് കിച്ചു ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന കാർത്തിക്കിൻ്റെ മുഖത്ത് ഒരു വലിയ ആത്മസംതൃപ്തിയുടെ പുഞ്ചിരി ഉണ്ടായിരുന്നു.